അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ തൊട്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടിത്തങ്ങൾ ലാ യൻതഹിയന്ന അഖ്വാമുൻ അൻ വദഇഹിമുൽ ജുമുആത്ത് ഔ ലയഖ്തിമന്ന അല്ലാഹു അലാ ഖുലൂബിഹിം. ഒരു കൗമ് ആൽമാർ അങ്ങ് ജുമാഅത്തെ തപ്പാട്ടതിൽ തൊട്ട് അങ്ങ് അറ്റമാവട്ട് അങ്ങ് നിപ്പാട്ടിട്ട് ഔ ലയഖ്തിമന്ന അല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ കൽബു സീലിട്ട് പോവും. സുമ്മ ലയകൂനന്ന മിനൽ ഗാഫിലീൻ, പിന്നെ അങ്ങ് ഗാഫിലീങ്ങളിൽ പെട്ടുപോവാറ്. നമുക്കെല്ലാവരും കൊന്തുള്ളൂ പരിശുദ്ധമായ ജുമാ നാൾ അണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്ത് കഡ്ഡായമായിട്ടും അങ്ങനെ പള്ളിയിൽ പോയിട്ട് ജുമാഅത്ത് ഭാഗവഹിസൽ അള്ളാഹു കഡ്ഡായമാക്കിയ. അപ്പോൾ ഇത്രയും കണ്ടീഷനാക്കിയതായ ഒരു ഇബാദത്തായിരിക്കും ജുമാ. ആ ജുമാഅത്ത് പോവാണ്ട് തപ്പാട്ട ചില ആൾമാരുള്ള ചെറിയ കുണ്ടു നെപ്പ വെച്ചിട്ട് തപ്പാട്ട ആൾമാരുള്ള അങ്ങായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഗ്രമായ ഒരു എച്ചരിക്ക കൊടുക്കുന്നു. അങ്ങ് ആ കാര്യത്തെ നിപ്പാട്ടിട്ട്, ആ തപ്പാട്ടതിനെ തൊട്ട് നിപ്പാട്ടിട്ട്, അല്ലെങ്കിൽ ആളെ കൽബുക്ക് അള്ളാഹു സീല വെക്കും. അള്ളാഹു ഒരാളുടെ കൽബുക്ക് സീല വെച്ചെങ്കിൽ പിന്നെ അവന് ഗഫലത്തിലായി പോകും, ഗാഫിലിങ് അശ്രദ്ധമാറിലായി പോവാൻ. പിന്നെ ദീനിൽ അവനക്ക് എത്ര ഉപദേശിച്ചിട്ടും എന്ത് ക്ലാസ് എടുത്തിട്ടും അവൻ്റെ കൽബിൽ ദീനികായിട്ട് ഒരു മിഴുത്തം ഉണ്ടാവില്ല, അവൻ അശ്രദ്ധയായി പോവും. അത് വലിയ പേടിക്കപ്പെട്ടൊരു കാര്യമായിട്ട് ദീനിൽ അശ്രദ്ധയായി പോയെങ്കിൽ പിന്നെ അവർക്ക് പിന്നെ ആഖിറത്ത് വിശ്വാസം ഇല്ലാണ്ടായിപ്പോവും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യദിവസത്തെ സംബന്ധിച്ച് അവന് വിശ്വാസം ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ ജുമാഅത്ത് പോവാണ്ട് തപ്പാട്ടുള്ളത് അത് അവൻ്റെ ആഖിറ നഷ്ടപ്പെടുന്നത് കാരണമാവുണ്ട്. ഉഗ്രമായ എച്ചരിക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും. ഇന്നൊരു ഹദീസിൽ നമുക്ക് കാണ്ട് ബഹുമാനപ്പെട്ട മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ തൊട്ട് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലി ഖൗമിൻ യതഖല്ലഫൂന അനിൽ ജുമുഅ, ജുമാഅത്ത് പോവാണ്ട് പിന്തിരതായ ആൽമാരത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ലഖദ് ഹമംതു അൻ ആമുറ റജുലൻ യുസല്ലി ബിന്നാസ് സുമ്മ ഉഹർരിഖു അലാ റിജാലിൻ യതഖല്ലഫൂന അനിൽ ജുമുഅത്തി ബുയൂത്തഹും. എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി പോയിട്ടുണ്ടു, പലപ്പോഴും ഞാൻ ഇങ്ങനെ കരുതിയിട്ടുണ്ടല്ലേ, ബലിയാസലുണ്ട് 6 ജുമാഅത്തുക്ക് പണ്ടില്ലേ, അങ്ങനെ ആ ബറാത്തെ ആനിങ്ങളെ ഔത്രെല്ലാം കത്തുപാട്ടണം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. പറഞ്ഞാൽ റൈഡാക്കിയിട്ട് ജുമാഅത്തുക്ക് ബദലായിട്ട് എൻ്റെ ബദലായിട്ട് വേറെ ആളുടെ ഒരു ഇമാമത്തിനെ പാടിയിട്ട് കുറേ ആളെ പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകേണ്ടത്. ഓരോരോ ഗല്ലിക്ക് പോയിട്ട് ആരെല്ലാം ജുമാഅത്ത് പറയാണ്ട് ഔത്തിൽ വെച്ചോണ്ടാറാ അങ്ങനെല്ലാവരും അകത്തെ തീ കൊണ്ട് കത്തുപാട്ടണോട്ടു എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടോട്ടു. അത്രയും ബേജാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകടിപ്പിച്ചിരുന്നു. ഇന്നൊരു ഹദീസിൽ കാണ്ട് മൻ തറക സലാസ ജുമഇൻ തഹാവുനൻ തബഅ അല്ലാഹു അലാ ഖൽബിഹി. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് ഒരാൾ 3 ജുമുഅ എന്നായിക്കത്ത് ഉപേക്ഷിച്ചിട്ട് വിട്ടു, ജുമാഅത്ത് വലിയാസ പള്ളി പോയില്ല. എന്ത് കാരണത്തല്ല, തഹാവുനൻ അയാൾ അശ്രദ്ധയായിട്ട് എന്തോ ഒരു കാരണമില്ലാണ്ട് വെറും പിന്നെ ഒരു ലേസിനെസ്സായിട്ട് അയാൾ പിന്നെ മടിയനായിട്ട് ജുമാ വിട്ടുണ്ടായെങ്കിൽ അയാളെ കൽബുക്ക് അല്ലാഹു സീൽ വെക്കടാണ്ട്. അപ്പോൾ ഇതെല്ലാം പേരുപാട്ടുള്ള കാര്യമായിട്ട് എച്ചരിക്കയായിട്ട് ജുമാഅത്ത് പോവാണ്ട് ചെറിയ കാരണം വെച്ച് ജുമാഅത്ത് തപ്പാട്ടതായ ആൾമാർക്ക് എച്ചരിക്കയായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മേലെ കഡ്ഡായതായ ജുമാ അത് സാധാരണ ഒരു പിന്നെ ജമാഅത്ത് പള്ളിക്ക് പോകേണ്ട വിഷയമല്ല. ബലിയാസലുണ്ട് ഒരാൾക്ക് ജുമാഅത്ത് അവൻ തപ്പാട്ടുണ്ടായെങ്കിൽ അവന് വലിയ നഷ്ടമായിട്ട് അതിൽ കൂടെ ഉണ്ടാവുന്നത്. ഹദീസിൽ കാണ്ട് എല്ലാ ബലിയാസലുണ്ട് മലായിക്കത്ത് വേഗം വന്നിട്ട് പള്ളിയുടെ ബായിൽ നിൽക്കൽ, എന്നിട്ട്
ആരെല്ലാം ജുമാഅത്ത് ബണ്ടാറ് അങ്ങനെ പേരെല്ലാം എൻട്രി ആക്കുള്ളൂ. പേര് എൻട്രി ആക്കിയിട്ട് ലാസ്റ്റ് പിന്നെ ഖത്തീബ് മിമ്പർക്ക് പറ്റുമ്പോൾ ആ എൻട്രി ആക്കിയതായ ബുക്കിടെ മുച്ചിട്ട് അങ്ങ് പോയിട്ട് ജുമാഅത്തെ ആ ഹുതുബ കേൾക്കുക ഇക്കടാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ടേക്കാണ് ഈ ജുമാഅത്ത് ചില മനുഷ്യന്മാർ ബണ്ടെപ്പ ഹത്തീബെല്ലാം ഹുതുബെല്ലാം പത്തിയാൽ പിന്നെ ആയിരിക്കും ചില ആൾമാർ ബണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടായെങ്കിൽ പലപ്പോഴും ഈ മലായിക്കത്ത് ആരെല്ലാം ജുമാഅത്ത് ബണ്ടാറ് ചില ആ ഒരു എൻട്രി ആക്കിയ ബുക്കുണ്ടല്ലോ, ആ ബുക്കിൽ ചിലപ്പോൾ പല ആൾമാരുടെ പേര് ഇക്കില്ല. ആ പേര് ഇല്ലാത്ത സബിൽ ചിലപ്പോൾ ജുമാഅത്ത് ബറാത്തങ്ങ ചില ആ ഒരു അപവാദം അങ്ങനെ മേലെ പോലും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഖത്തീബ് മിമ്പർ പത്രം ഒന്നും വന്നിട്ട് ഞങ്ങൾ പിന്നെ ജുമാഅത്ത് സേരിയുള്ളൂ, അല്ലെങ്കിൽ വലിയൊരു അപവാദം ഞങ്ങളെ മേലെ ബറോ ചാൻസ് ഉണ്ട്. ഈ എല്ലാം ചെന്നതായ പിന്നെ കൽബ് സീലിടുന്ന കൂട്ടക്കാരിൽ ഞങ്ങൾ പെടുവോ സാധ്യത ഉണ്ട്. അതുകൊണ്ടും എത്ര വേഗം ജുമാഅത്ത് വേഗം പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു അൽക്കാഫെങ്കിലും ഓതരത്തര ഒരു 300 സ്വലാത്ത് ചെല്ലത്തര ഞങ്ങളെല്ലാം പിന്നെ ഇബാദത്തുമായിട്ട് തയ്യാറാവണം. 54 ചെമ്മ വേറെന്തും പണി ബാക്കി വെക്കാണ്ട് വേഗം വന്നിട്ട് പള്ളിയിൽ വന്നിച്ചിട്ട് ഒരേ സൽക്കർമ്മങ്ങൾ ചെയ്ഞ്ഞിട്ട് അള്ളാഹുടെ മുന്നിൽ അത് വെച്ചിട്ട് ദ്വാരക്കും നിങ്ങളെ പിന്നെ വാറത്തെ ദോഷമെല്ലാം പൊറപ്പിക്കുള്ളതായ നല്ല സമയമായിട്ട് ജുമാ ചെല്ലും. ആ ജുമാഅത്ത് അങ്ങനെ ഇപ്പറ പരടി ആടി വന്നിട്ട് എങ്ങനെ എത്രത് വല്ലാത്തൊരു നഷ്ടമായിരിക്കണം നമുക്ക്. ആ നഷ്ടം നമുക്ക് ആഖിറത്ത് എത്തിയപ്പോൾ വന്നിട്ടാവും. സാലിഹ്യങ്ങളെല്ലാം 10 ഗಂಟೆക്കും വലിമ ഗಂಟೆക്കും വന്ന് പള്ളിയിൽ വെച്ചിട്ട് ഇബാദത്ത് എടുത്തിട്ട് കുറേ വാർത്ത് കുറേ ഇങ്ങനെ ഇബാദത്ത് പിന്നെ ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹുടെ മുന്നിൽ വലിയ പിന്നെ ഫലം അങ്ങ് പടയുമ്പോൾ നമ്മൾ എന്തില്ലാണ്ട് ശൂന്യയുടെ ഒരു അവസ്ഥയ്ക്ക് എത്തിയിട്ടായെങ്കിൽ വലിയ ഖേദമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ജുമാഅത്ത് നാൾ വേഗം പള്ളിക്ക് പോകുള്ള നല്ല മനസ്സ് അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടും. എല്ലാ കാര്യത്തും ഒഴിവാക്കിയിട്ട് അണ്ടത്തെ നാളൊന്നും ആഖിറത്ത് ബിനായിട്ട് സമ്പാദിക്കുള്ളതായ തൗഫീഖ് അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലൈഹി